ഇപ്പോൾ നിലമ്പൂരിൽ ചേർന്ന 10,000-15,000 ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ. മാമി കേസുമായി കോഴിക്കോട് കൂടിയവർ ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ. ഒരു മിനിറ്റ്. അപ്പോൾ അതാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എത്ര കാലം പറയും? ഇനി ഈ വരുന്ന ഞായറാഴ്ച 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിൽ നമ്മളൊരു ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 1,00,000 ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ 1,00,000 ആളുകൾ ഈ പറയുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണോ, വർഗീയവാദികളാണോ, ഈ നാടിന് നാശമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണോ? ആണെങ്കിലാവട്ടെ, അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെങ്കിൽ അത് ആയിക്കോട്ടെ. ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകളുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ. അത്രേ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ്ഡിപിയുടെയും പ്രവർത്തകരാണ് അവിടെ വന്നത്. ഒരു 30 ആളിൽ താഴെ ഉണ്ടാകും സിപിഎമ്മിന്റെ പ്രവർത്തകർ. ബാക്കിയെല്ലാം ജമാഅത്ത് ഇസ്ലാമി എസ്ഡിപി പ്രവർത്തകർ. അത്ര ശക്തമാണ് ജമാഅത്ത് ഇസ്ലാമി എസ്ഡിപി. 10,000-കണക്കിന് ആളുകളെ ഒരു യോഗത്തിന് നിഷ്പ്രയാസം 2 ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി അമീറിനെ ഏൽപ്പിക്കേണ്ട വരണം. അത്ര ശക്തമാണെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത്. 7-ാം തീയതി നിലമ്പൂരിൽ പാർട്ടി തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. അണിനിർത്തുന്നു. വിശദീകരിക്കട്ടെ. അത് ആ പാർട്ടിയുടെ ജോലിയല്ല, അത് ചെയ്യണല്ലോ. പക്ഷെ ഇത് വിശദീകരിച്ച് ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കല അപ്പം നടക്കുന്നത്. മനസ്സിലായോ? ആദ്യം കുറെ സോപ്പിട്ട് ഒഴിഞ്ഞു നോക്കി, പിന്നെ എണ്ണിട്ട് ഒഴിഞ്ഞു നോക്കി. ഇപ്പൊ ഈ നാടൻ വസ്തു എന്താ പറയുക, താളി എന്ന് പറയും, സോപ്പിന് പകരം പോയി അതിട്ടിട്ടാണ് കഴുകി വെക്കുകയാണ്. ഇപ്പോൾ ആ കുളിപ്പിക്കൽ നടക്കട്ടെ. പല പരാതികളുണ്ട്, കേസുകളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സാറും അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഒഴിയാതിരിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ഒരാളെ കണ്ടെത്താറുണ്ടോ? മുഹമ്മദ് റിയാസിനെ ശക്തമായി നിൽക്കുന്നുണ്ട്. അല്ല, ഇതിലേറെ നല്ല റിയാസിനെ ഏൽപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും വെച്ച് അദ്ദേഹത്തെ ഒഴിയണം. ഇപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയാസിനെ ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. പാർട്ടിയിൽ വേറെ ആരും ഇല്ലെങ്കിൽ അതൊക്കെ പാർട്ടിയിലെ തീരുമാനിക്കണ്ടേ. വളരെ ശരിയാണ്. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചൊരു മന്ത്രിസ്ഥാനം തരൂന്ന് പറഞ്ഞിട്ട് അന്ന് തീരുമാനിച്ചു ഞാൻ മന്ത്രിസ്ഥാനം കിട്ടാതെ ഇപ്പൊ വിലയൊന്ന് ശരിയാക്കണം. അതാണ് ശരി. അങ്ങനെ പോട്ടെ. അല്ല, അതായത് നമ്മുടെ ജില്ലാതല വിശദീകരണം നടത്താൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം നമുക്ക് ആളുകൾക്ക് ഒരേ കാര്യമാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉന്നയിച്ച വിഷയം 4 വിഷയങ്ങളാണ്. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, ഒന്ന് മാമി കേസ്, ഒന്ന് റിദാൻ വധക്കേസ്, 2 ഡാൻസ് ഓഫ് സംഘവുമായി ബന്ധപ്പെട്ട MDMA വിഷയങ്ങൾ, പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾക്ക് മാത്രമല്ല, ഡെയിലി നിങ്ങൾ വന്ന് കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നു, ഇതെല്ലാം ഒരു സംഗതിയിലാണ്. അപ്പോൾ ആളുകളുടെ ഒരു അഭിപ്രായമാണ്. കാരണം കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ജില്ലാതലത്തിൽ ഒറ്റ യോഗം ഒന്നും കൂടി വിശദീകരിച്ചൊന്ന് വിശാലമായി നടത്തിയാൽ മതിയെന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ പരിപാടി വെക്കുന്നത്.